അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നമ്പർ 98. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅതൻ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീഹി. ഏതൊരു മയ്യിത്താണെങ്കിലും ആ മയ്യിത്തിന് വേണ്ടി 100 മുസ്ലിമീങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ 100 മുസ്ലിമീങ്ങൾ മയ്യിത്തിന് വേണ്ടി നിസ്കാരത്തിനിടക്ക് ചെയ്യുന്ന ദുആ, അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ, സ്വർഗത്തിൽ കിടത്തണമേ തുടങ്ങിയ ദുആ, അവകളൊക്കെ ഇല്ലാ ശുഫിഉ ഫീഹി, എന്ത് വിഷയത്തിലാണോ അവർ ശഫാഅത്തിന് വേണ്ടി ചോദിക്കുന്നത്, ശഫാഅത്ത് ചെയ്യുന്നത്, അതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അവിടെ 40 റജുലൻ എന്ന് കാണാം. മുസ്ലിമീങ്ങളായ 40 പുരുഷന്മാർ ഒരു മയ്യിത്തിൻ്റെ മേൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു തആല അവരുടെ ദുആ, ആ മയ്യിത്തിന് വേണ്ടി ചെയ്യുന്ന ദുആ സ്വീകരിക്കുമെന്ന് കാണാം. ഏതായാലും നാം ഇന്ന് പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മയ്യിത്ത് നിസ്കാരത്തിൻ്റെ മഹത്വമാണ്. മയ്യിത്ത് നിസ്കാരത്തിന് എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ പരമാവധി പേരെ മയ്യിത്ത് നിസ്കാരത്തിന് പങ്കെടുപ്പിക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യിത്ത് നിസ്കാരം എപ്പോൾ എവിടെ നടക്കുമെന്ന് നേരത്തെ അറിയിക്കുക. അങ്ങനെ അറിഞ്ഞവർ പരമാവധി മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മയ്യിത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായത് ആ സമയത്ത് മയ്യിത്ത് നിസ്കാരവും ആ നിസ്കാരത്തിൽ ആ മയ്യിത്തിന് വേണ്ടി ചെയ്യുന്ന ദുആയുമാണ്.